ചെന്നൈ ടീം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസണെ ഏറ്റെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഷാറൂഖ് ഖാന്റെ കൊൽക്കത്തയാകട്ടെ സഞ്ജുവിനെ അത്ര വേഗം ചെന്നൈ ടീമിലേക്ക് പോകാൻ അനുവദിക്കില്ല. കൊൽക്കത്തയ്ക്ക് ചെന്നൈയേക്കാൾ കൂടുതൽ സഞ്ജു സാംസണെ ആവശ്യമുണ്ട്. അതിനാൽ തന്നെ അവർക്ക് അദ്ദേഹത്തെ ചെന്നൈക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഇതിനുവേണ്ടി അവർ എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാനും തയ്യാറായേക്കാം. കൊൽക്കത്തയ്ക്ക് എന്തിനാണ് സഞ്ജുവിനെ ആവശ്യമെന്ന് നമുക്ക് നോക്കാം. സഞ്ജു സാംസൺ കൊൽക്കത്തൻ ടീമിലേക്ക് വന്നാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. വാസ്തവത്തിൽ ഈ സമയത്ത് കൊൽക്കത്തയുടെ ടീമിന് ഒരു വിക്കറ്റ് കീപ്പറെയും ക്യാപ്റ്റനെയും അത്യാവശ്യമാണ്. ഇതിനൊപ്പം അവർക്കൊരു മികച്ച ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനും ആവശ്യമാണ്. അത് സഞ്ജുവിന്റെ വരവോടെ അവർക്ക് നിറവേറ്റാൻ സാധിക്കും. കാരണം സഞ്ജു സാംസൺ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുക മാത്രമല്ല, രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ടീം കൂടുതൽ വിജയങ്ങൾ കണ്ടിട്ടുണ്ട്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ടീം തുടർച്ചയായിട്ട് 3 തവണയാണ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. ഒരു തവണ ഫൈനലിൽ എത്താനും അവർക്ക് കഴിഞ്ഞു. സഞ്ജു ക്യാപ്റ്റനായതോടെ ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാന്റെ വിധി തന്നെ മാറുകയായിരുന്നു. കൊൽക്കത്ത ടീമിനും ഇതെല്ലാം ആവശ്യമാണ്. അതിനാൽ തന്നെ സഞ്ജു അവർക്ക് അനുയോജ്യമാണെന്ന് തെളിയിക്കാൻ കഴിയും. സഞ്ജുവിന്റെ ബാറ്റിംഗിലും കീപ്പിംഗിലും ആരിൽ നിന്നും അവർക്ക് വ്യത്യസ്തനാക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ടീം ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അതിനാൽ തന്നെ സഞ്ജു KKRൽ എത്തിയാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാക്കാൻ കഴിയും. എന്നാൽ ക്രിസ്മസിന്റെ അടുത്തിടെ വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ സഞ്ജു സാംസണിന്റെ കൈമാറ്റത്തിനായി ചെന്നൈ അധികൃതർ രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. രാജസ്ഥാൻ ഇതുവരെ ഒരു പ്രതികരണവും അതേക്കുറിച്ച് നടത്തിയിട്ടില്ല. സഞ്ജു സാംസൺ തന്റെ IPL കരിയറിന്റെ ഭൂരിഭാഗവും രാജസ്ഥാനിലാണ് ചെലവഴിച്ചത്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തോട് നേരത്തെ പെരുമാറിയ രീതിയിലല്ല രാജസ്ഥാൻ ഇത്തവണ പെരുമാറിയത്. രാജസ്ഥാനും സഞ്ജു സാംസണും തമ്മിൽ ഇപ്പോൾ ഒരു അകലം വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സഞ്ജു ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. പക്ഷേ പരിക്ക് കാരണം സഞ്ജു മിക്ക മത്സരത്തിലും കളിച്ചിരുന്നില്ല. ഈ ടീമിനെ തയ്യാറാക്കിയത് സഞ്ജു ആണെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കാതെയാണ് ടീം തീരുമാനങ്ങൾ എടുക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ സഞ്ജുവും രാജസ്ഥാൻ മാനേജ്മെന്റും തമ്മിൽ എല്ലാം ശരിയായിട്ടല്ല നടക്കുന്നത്. അതിനാൽ തന്നെ അടുത്ത സീസണിൽ സഞ്ജു ടീം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെന്നൈയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിന്റെ മാനേജർ ലൈക്ക് ചെയ്തതും സഞ്ജു ചെന്നൈയിലേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട്. എന്നാൽ ചെന്നൈ ടീമിന് സഞ്ജുവിനെ കൈമാറാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ലേലത്തിൽ വാങ്ങുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.